നമ്മുടെ നല്ല നാടൻ കപ്പ സ്റ്റൂ റെഡിയായി. കണ്ടല്ലോ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നല്ലൊരു രുചിയാണ് ഈ കപ്പ സ്റ്റൂവിനുള്ളത്. ചോറിൻ്റെ കൂടെയോ അപ്പം, ഇടിയപ്പം, ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന നല്ലൊരു നാടൻ സ്റ്റൂ ആണിത്. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതുവരെ കപ്പ സ്റ്റൂ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് ഈ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു മീഡിയം കപ്പക്കിഴങ്ങ് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വലിയ പാത്രത്തിൽ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഏറെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചിട്ട് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളയണം. അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഒരു 250-300 ഗ്രാം തൂക്കം കാണും. ഞാൻ ഇതുപോലെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി അരിയുണ്ട്. ഇതിന് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അല്പം മുമ്പിൽ നിൽക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 കപ്പ് തേങ്ങാപ്പാൽ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. Cook with Sophie, sharing 40 years experience. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം കപ്പ വേവിക്കാൻ. ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. കപ്പ വെന്തോന്നൊന്ന് നോക്കാവേ. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ചൂടായ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർക്കാം. വറ്റൽമുളക്, അതുപോലെ എല്ലാം ഞാൻ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കനം കുറച്ച് അങ്ങനെ അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ മണം വന്ന് അതിലേക്ക് ചെറുതായി നീളത്തിൽ തന്നെ അരിഞ്ഞ ഇഞ്ചി, പച്ചമുളകും സവാളയും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. കപ്പയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കാം. സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകണ്ട. അതാണ് സ്റ്റൂവിൻ്റെ പാകം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമുളക് നല്ലവണ്ണം എരിവുള്ളതാണ്. ഇനി അങ്ങനെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക. ഇപ്പം കപ്പയും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി തീ അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ തിളക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാകണം. കപ്പയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് കപ്പ ഇങ്ങനെ മഞ്ഞച്ചിരിക്കണേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടും മഞ്ഞ കളർ വേണ്ട, വെളുത്ത് തന്നെ ഇരിക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെ കപ്പ വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ കപ്പ വേവിക്കുമ്പോഴെല്ലാം അതിൻ്റെ അകത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഒരു ലേശം ഉപ്പും കൂടെ വേണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചൂടായി വരണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വേണം ചൂടാക്കാനായിട്ട്. അപ്പം നന്നായിട്ട് ചൂടായി ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ നല്ല നാടൻ കപ്പ സ്റ്റൂ റെഡിയായി. കണ്ടല്ലോ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം.
നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നല്ലൊരു രുചിയാണ് ഈ കപ്പ സ്റ്റൂവിനുള്ളത്. ചോറിൻ്റെ കൂടെയോ അപ്പം, ഇടിയപ്പം, ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന നല്ലൊരു നാടൻ സ്റ്റൂ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്യാൻ മടിക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.